നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വളരെ ആശങ്കയോടെ കേട്ടൊരു വാർത്തയായിരുന്നു. കൊച്ചിയിൽ സാബിത്ത് എന്ന് പറയുന്ന ഒരാൾ പിടിയിലായ വാർത്ത. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഇയാൾ പിടിയിലായത്. പിന്നീടുള്ള വിശദമായ ചോദ്യം ചെയ്യലിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അയാളാണ് അവയവക്കടത്തിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ. ദില്ലി, ബംഗളൂരു, ഹൈദരാബാദ് ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ വഴി ഇയാൾ അവയവക്കടത്തിന് ആളെ കയറ്റുകയായിരുന്നു, അല്ലെങ്കിൽ ആളെ കയറ്റി അയക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ ഗൗരവതരമായ വിഷയമാണ്. തൃശ്ശൂരിൽ അവയവക്കടത്തിൻ്റെ വാർത്തകൾ നമ്മളതിൻ്റെ തുടർച്ചയായി കണ്ടു. അപ്പോൾ അത്തരത്തിലൊരു വളരെ ഭീതിജനകമായൊരു സാഹചര്യം നമ്മുടെ ഇടയിലുണ്ട് എന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ ഈ സാബിത്തിൻ്റെ ചോദ്യം ചെയ്യലിൽ കൂടുതൽ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വരികയാണ്. ഇയാളെ കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ആൾ കൂടി, ഒരു കൊച്ചി സ്വദേശി കൂടി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയാൾ പോലീസിൻ്റെ പിടിയിലുണ്ട്. ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേസിൽ അറസ്റ്റിലായ സാബിത്ത് നാസറിൽ നിന്നുമാണ് അവയവക്കടത്ത് റാക്കറ്റുമായി ബന്ധമുള്ള മറ്റൊരു മലയാളിയുടെ വിവരം ലഭിച്ചത്. ചേതൻ നമ്മളോടൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. നോക്കാം എന്താണ് ഈ കേസിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതെന്ന്. ചേതൻ, ഏറെ ആശങ്കയോടെയാണ് ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കേട്ടത്. ഒരു മലയാളി അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണിയായി പ്രധാനിയായി പ്രവർത്തിക്കുന്നു എന്നത് ആശങ്കാജനകമാണ്. കാരണം നമുക്കറിയാം, അവയവദാനം എന്നത് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. അതിനെ കച്ചവടവൽക്കരിക്കുന്ന, മാഫിയവൽക്കരിക്കുന്ന ഇത്തരം നടപടികൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ മറ്റൊരു കൊച്ചി സ്വദേശി കൂടി ഇതിൽ പ്രധാനപ്പെട്ട കണ്ണിയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. മനു, ഈ അവയവക്കടത്ത് കേസിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ കേസിൽ ആദ്യം പിടിയിലാവുന്നത് ഈ തൃശ്ശൂർ വലപ്പാട് സ്വദേശി സാബിത്ത് നാസറാണ്. ഈ കഴിഞ്ഞ 19-ാം തീയതിയാണ് കൊച്ചി വിമാനത്താവളം വെച്ച് ഇയാൾ പിടിയിലാവുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ തൻ്റെ കൂടെ മറ്റൊരു മലയാളി കൂടി ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഈ സാബിത്ത് മൊഴി നൽകിയത്. കൊച്ചി സ്വദേശിയായ ഒരു മലയാളിയാണ് ഈ തൻ്റെ കൂടെ ഈ അവയവ റാക്കറ്റിൽ പ്രവർത്തിച്ചത് എന്നാണ് സാബിത്ത് നൽകിയത് മൊഴി. ഈ സാബിത്തിൻ്റെ മൊഴി പ്രകാരം ഈ കൊച്ചി സ്വദേശിയെ പോലീസ് ട്രേസ് ചെയ്യുകയും ഉടൻ തന്നെ പിടിയിലാവുകയും ചെയ്തിരുന്നു. ഇയാളെ ഈ രണ്ടുപേരും, ഈ സാബിത്തും അതുപോലെ തന്നെ ഈ കൊച്ചി സ്വദേശിയും ഈ മാഫിയയിലെ പ്രധാനപ്പെട്ട പോലീസ് അനുമാനിക്കുന്നത് ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്തു. അതുമാത്രമല്ല 20ഓളം പേരെയാണ് ഈ ഇന്ത്യയിൽ നിന്ന് ഈ അവയവക്കടത്തിനായി ഇറാനിലേക്ക് കടത്തിയത് എന്നാണ് ഇവർ മൊഴി നൽകിയത്. തുടക്കത്തിൽ ഇവർ രണ്ടുപേരും ഒരുപോലെ പറഞ്ഞത് താങ്കൾ ഈ 20 പേരെ സഹായിക്കുകയായിരുന്നു, അവരുടെ അവയവ കൈമാറ്റത്തിന് വേണ്ടി സഹായിക്കുമായിരുന്നു, അല്ലാതെ പണത്തിന് വേണ്ടിയല്ല തങ്ങൾ ഈ കൃത്യം ചെയ്തത് എന്നാണ് ഇവർ ആദ്യം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത്. പക്ഷേ എന്തിന് നിങ്ങൾ ഇത്രയും വലിയൊരു തുക ഇവരുടെ അക്കൗണ്ടിലേക്ക്, ഈ 20 പേരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു എന്നുള്ള ചോദ്യം. അതോ ഈ 20 പേരും പല സംസ്ഥാനങ്ങളിലുള്ളവരാണ്, പല നഗരത്തിലും താമസിക്കുന്നവരാണ്, ബാംഗ്ലൂരിലുള്ളവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ഈ ഡൽഹിയിൽ നിന്നും ഈ അവയവക്കടത്ത് കേസിൽ ഇരയാക്കപ്പെട്ടവർ ഉണ്ട് എന്നാണ് ഏറ്റവും പുറത്തു വരുന്ന വിവരം. എന്തിന് ഇത്രയും വലിയ ഈ തുക ഈ 20 പേരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു എന്ന ചോദ്യത്തിന് ഈ 2 പേർക്കും ഉത്തരം മുട്ടുകയായിരുന്നു. അങ്ങനെയാണ് ഇവരുടെ ഈ കൃത്യം പോലീസ് തെളിയിക്കുന്നത്. ഈ കേസിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാരണം ഈ 20 പേരെയും കടത്താൻ ആദ്യം ഇവർ കുവൈത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് വ്യാജ പാസ്പോർട്ട് വഴി ഇറാനിലേക്ക് കടത്തും. ഈ വ്യാജ പാസ്പോർട്ട് ആരൊക്കെയാണ് ഈ നിർമ്മിക്കാൻ വേണ്ടി ഈ സാബിത്തിനെ സഹായിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ അടക്കം അന്വേഷണം നീളും. അതുപോലെ തന്നെ സാബിത്തിൻ്റെയും ഈ കൊച്ചി സ്വദേശിയുടെയും മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലെ ഫോൺ കോളും അതുപോലെ ഈ ഫോൺ ഉപയോഗിച്ച് ആരൊക്കെയായി പണമിടപാട് നടത്തിയെന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോൺ കോളിലൂടെ ഈ കൂടുതൽ ഈ അവയവ കൈമാറ്റത്തിൽ ഇരയാക്കപ്പെട്ടവരെ കണ്ടെത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഇറാനിലേക്കാണ് ഈ അവയവക്കടത്തിനായി സംഘം പോയത്. ഇറാൻ തെരഞ്ഞെടുക്കാനും ഒരു കാരണമുണ്ട്. ആദ്യം തുടക്കത്തിലേക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പറഞ്ഞത് ഇതൊരു തീവ്രവാദ സ്വഭാവമുള്ള കേസാണ്. പക്ഷെ അങ്ങനെയല്ല. കാരണം UN രാജ്യങ്ങളിൽ ഈ അവയവ കൈമാറ്റം നിയമം മൂലം അനുവദിക്കുന്ന ഏക രാജ്യം ഇറാനാണ്. ഇവിടെ അവയവദാതാവിൻ്റെ സമ്മതപത്രം ഉണ്ടെങ്കിൽ കണ്ണുകൾ, ചെവി, ഗർഭപാത്രം അടക്കം 24 മനുഷ്യ അവയവങ്ങൾ ഈ ദാതാവിൻ്റെ സമ്മതപത്രത്തോടെ കൈമാറാം എന്നുള്ള വ്യവസ്ഥ. ഈ പഴുതാണ് ഈ മാഫിയ മുതലെടുത്തത്. ഈ ഇറാനിലെ ഫരീദ് ഖാൻ ആശുപത്രിയിൽ വെച്ചാണ് 20 പേരുടെയും ഓപ്പറേഷൻ നടത്തിയത്. ഇറാൻ കേന്ദ്രീകരിച്ചും ഈ ഇൻഷുറൻസ് മാഫിയ തഴച്ചു വളരാനുള്ള കാരണവും ഇതുതന്നെയാണ്. എന്തായാലും ഈ അന്താരാഷ്ട്ര സ്വഭാവമുള്ളതിനാൽ വരും ദിവസങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി ഈ കേസ് എടുക്കാനുള്ള സാധ്യതയുമുണ്ട്. മനു.